കോൺസുലേറ്റ് ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ഉടൻ തിരിച്ചടിക്ക് സാധ്യതയില്ലാത്തത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പുതിയ ആശങ്കയ്ക്ക് താൽക്കാലിക ആശ്വാസമായി എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ ഇന്നലെ ഇസ്രായേൽ വാർ ക്യാബിനറ്റ് നടത്തിയിരുന്നു. ഇതിൽ തിരിച്ചടിക്കണോ വേണ്ടയോ എന്നൊരു കാര്യത്തിൽ അവർ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതിനാൽ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഇറാനിൽ നിന്ന് തുരുതുരെ മിസൈലുകൾ തൊടുത്തും ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ മണ്ണിൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഉടൻ തിരിച്ചടിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയതോടെയാണ് ഇസ്രായേൽ നിലപാടിൽ അയവ് വന്നത്. ഇസ്രായേൽ സംയമനം പാലിക്കണമെന്ന് വിവിധ ലോകരാജ്യങ്ങളും UN-ഉം ആവശ്യപ്പെട്ടു. ആക്രമണ പശ്ചാത്തലത്തിൽ അടച്ച ഇസ്രായേലിന്റെയും അയൽ രാജ്യങ്ങളുടെയും വ്യോമപാത ഇന്ന് വീണ്ടും തുറന്നു. തങ്ങളുടെ സൈനിക ദൗത്യം അവസാനിച്ചെന്നും സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യം വച്ചതെന്നും ഇറാൻ അറിയിക്കുകയും ചെയ്തു. ഇസ്രായേൽ തിരിച്ചടിക്ക് മുതിർന്നാൽ മറുപടി ശക്തമായിരിക്കുമെന്ന് ഇബ്രാഹിം റൈസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. തിരിച്ചടിക്ക് ഇസ്രായേലിനെ പിന്തുണച്ചാൽ മേഖലയിലെ US താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇറാൻ ആക്രമണത്തെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തുനിന്നതിനാൽ ആളപായം ഒഴിവായി. പ്രതിരോധിക്കാൻ US-ന്റെയും UK-യുടെയും ഗാസ ആക്രമണത്തോടെ ഉടക്കി നിൽക്കുന്ന ജോർദാന്റെയും സഹായവും കിട്ടി. പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തങ്ങളുടെ വ്യോമപരിധി കടന്ന മിസൈലുകൾ തകർത്തതെന്ന് ജോർദാൻ അറിയിച്ചു. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നത്. ഈ മാസം 1-നാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തത്. ഇറാന്റെ 2 ജനറൽമാരടക്കം 13 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റത് 7 വയസ്സുള്ള അറബ് പെൺകുട്ടിക്കാണ്. കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെന്നും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളിൽ 99% ഇസ്രായേൽ തടഞ്ഞെങ്കിലും ചിലത് ആളപായമുണ്ടാക്കിയിരുന്നു. ഇത്തരത്തിലാണ് 7 വയസ്സുകാരിക്ക് പരിക്കേറ്റത്. ജനവാസ മേഖലയിൽ വന്ന് പതിച്ച ഇറാനിയൻ മിസൈലായിരുന്നു അറബ് പെൺകുട്ടിയെ പരിക്കേൽപ്പിച്ചത്. കുട്ടിയുടെ വീടിന് സമീപത്തേക്ക് മിസൈൽ പതിക്കുകയായിരുന്നു. ഇസ്രായേലിലെ നെഗവ് മരുഭൂമി മേഖലയിലായിരുന്നു സംഭവം നടന്നത്. പെൺകുട്ടിയുടെ തലയിലാണ് പരിക്കേറ്റത്. നെവാറ്റിം എയർബേസിന് സമീപമായിരുന്നു കുട്ടിയുടെ വീട്. ഇവിടേക്ക് ലക്ഷ്യമിട്ട് തൊടുത്ത മിസൈലാകാം കുട്ടിയുടെ വീടിന് സമീപം പതിച്ചതെന്നാണ് കരുതുന്നത്. പരിക്കേറ്റ ഉടൻ തന്നെ പെൺകുട്ടിയെ അടുത്തുള്ള സൊറോഗ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഏകദേശം 170 ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളും 120 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. സിറിയൻ തലസ്ഥാന നഗരമായ ബെയ്റൂത്തിലെ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇറാന്റെ നടപടി. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മുതിർന്ന ഇറാനിയൻ ജനറൽ അടക്കം 6 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഫണ്ടിംഗ് നടത്തുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നവരാണ് ഇറാനെന്നാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ. ഹമാസ് കൂടാതെ യമനിലെ ഹൂതികളെയും ലെബനിലെയും ഇറാഖിലെയും സിറിയയിലെയും ഹിസ്ബുള്ളയെയും വളർത്തുന്നത് ഇറാനാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ഏകദേശം 2.1 ദശലക്ഷം അറബ് മുസ്ലിം ജനങ്ങൾ ഇസ്രായേലിൽ കഴിയുന്നുണ്ടെന്നാണ് കണക്ക്. ജൂതർ ഭൂരിപക്ഷ സമൂഹമായ ഇസ്രായേലിലെ ആകെ ജനസംഖ്യയുടെ 21% അറേബ്യൻ ജനതയാണ്. ഇസ്രായേലിന്റെ പ്രതിരോധ സേനയായ IDF-ലും അറബ് വിഭാഗത്തിൽ നിന്നുള്ള ധാരാളം ഉദ്യോഗസ്ഥരുണ്ട്.